ഹലോ എവ്രി വൺ. അപ്പോൾ ഞങ്ങൾ ഇന്നലെ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ കുറേ കാടമുട്ടകൾ കണ്ടു. അപ്പോൾ അത് മേടിച്ചുകൊണ്ട് വന്ന് സാറയ്ക്ക് ഒരു കുഞ്ഞു കുഞ്ഞു മുട്ടയെ വെച്ചിട്ട് മുട്ടക്കറി ഉണ്ടാക്കാമെന്ന്. ഹായ് എവ്രിവൺ. പിന്നെ അമ്മ ഒരു മുട്ട പൊട്ടിക്കുക. അത് പറഞ്ഞാൽ എന്താ അറിയാമോ? മുട്ടക്കറി ഉണ്ടാക്കുക. ഫസ്റ്റ് അത് ചൂടുവെള്ളം എടുത്തിട്ട് പിന്നെ എന്നിട്ട് കുഞ്ഞു മുട്ട എടുക്കണം. കൊച്ചു മുട്ടയാണ് ഇത് ചൂടുവെള്ളം ഇട്ടിട്ട് കുറച്ച് നേരത്തിൽ 10 മിനിറ്റ്സിൽ വെയിറ്റ് ചെയ്യണം. പിന്നെ എന്നിട്ട് ഇതിങ്ങനെ 10 മിനിറ്റ്സിൽ പിന്നെ നമുക്ക് ചെയ്യാം. പൊട്ടിച്ച് ഇവിടെ വെക്കണം. എല്ലാം പൊട്ടിച്ച് കളഞ്ഞിട്ട് എല്ലാ തൊലി ചൂടുവെള്ളത്തിൽ എത്ര മുട്ട ഉണ്ടറിയാമോ? ഇതില് കോഴി മുട്ടാക്കി ഇങ്ങനെ കിട്ടും അല്ലേ? കുഞ്ഞു കാടയുടെ മുട്ട. അപ്പം നമ്മുടെ മുട്ടയൊക്കെ തൊലിയൊക്കെ നീക്കി ക്ലീനാക്കി വെച്ചു. ഇപ്പം നമ്മൾ ഒരു ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ചൂടായ ശേഷം കടുകിട്ട് പൊട്ടിക്കുക. കടുക് നല്ലോണം പൊട്ടിയ ശേഷം 2 സവോള ചെറുതായിട്ട് മുറിച്ചെടുത്തത് ചട്ടിയിലിട്ട് നല്ലോണം വഴറ്റിയെടുക്കണം. നല്ലോണം വഴറ്റിയ ശേഷം ഒരു പിങ്ക് കളർ ആയ ശേഷം 2 പച്ചമുളക് മുറിച്ചത് കൂടി ചേർത്തിട്ട് പിന്നെ 2 ചെറിയ തക്കാളിയും കൂടി അരിഞ്ഞത് കൂടി ചേർത്തിട്ട് അതിൻ്റെ കൂടെ കുറച്ച് കരിവേപ്പിലയും കഴുകി കീറിയിട്ടതും ചേർത്തിട്ട് നല്ലോണം വഴറ്റാം. അതെല്ലാം കൂടി നല്ലോണം വഴറ്റിയ ശേഷം ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും പിന്നെ ഒരു വലിയ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർക്കണം. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്തിട്ട് നല്ലോണം വഴറ്റിയെടുക്കണം. ഇതിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർക്കണമായിരുന്നു. ആ വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയി. അതുകൊണ്ട് ഈ മസാലയുടെ കൂടെ തന്നെ ജിഞ്ചർ ഗാർലിക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതും കൂടി പേസ്റ്റാക്കിയിട്ടോ അല്ലെങ്കിൽ ചതച്ചിട്ടോ കൂടി ചേർത്തിട്ട് നല്ലോണം വഴറ്റിയെടുക്കണം. ഇത് നല്ലോണം വഴറ്റിയ ശേഷം കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കണം. ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കണം. അഞ്ച് മിനിറ്റിന് ശേഷം നമ്മൾ പാത്രം തുറന്ന് നോക്കുകയാണ്. സിമ്മിലിട്ട് വേണം വേവിക്കാൻ, അല്ലെങ്കിൽ അടി പിടിക്കും. അപ്പോൾ സവോളയും തക്കാളിയൊക്കെ നന്നായിട്ട് മസാലയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ തേങ്ങ അരച്ചതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴറ്റിയെടുത്ത് തുറന്ന് വെച്ചിട്ട് കുറച്ച് നേരം വേവിക്കുക. ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലോണം തിളപ്പിക്കാൻ വിടാം.
ആവശ്യത്തിന് കുറച്ചും കൂടി വെള്ളം ഒഴിക്കുക. ഇത് എന്താണെന്ന് വെച്ചാൽ ഈ കറി കുറുകി പോകും. കുറച്ചും കൂടി വെള്ളം ആവശ്യത്തിന് ഒഴിച്ചിട്ട് നല്ലോണം കറി ഇച്ചിരി ഗ്രേവി പരുവത്തിൽ ആക്കാൻ വേണ്ടിയിട്ട് കുറച്ചും വെള്ളം ഒഴിച്ചിട്ട് ചൂടുവെള്ളം ഒഴിച്ചിട്ട് വീണ്ടും അടച്ച് വെച്ച് വേവിക്കുക. ഇപ്പോൾ തുറന്ന് നോക്കിയാൽ നല്ലോണം തള വന്നതാണ്. ഈ നേരത്ത് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച ചെറിയ കുഞ്ഞു കുഞ്ഞു കാടമുട്ടകളും കൂടി ചേർത്തിട്ട് നല്ലോണം ഇളക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് ആവശ്യത്തിന് നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് വേണം. ഉപ്പ് ആവശ്യത്തിന് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര ആവശ്യമാണോ ഉപ്പും കൂടി ചേർത്തിട്ട് ഒരു 2 മിനിറ്റ് കൂടെ അങ്ങനെ വേവിക്കാൻ വിടാം. പിന്നെ ഞങ്ങൾ അരിഞ്ഞ് വെച്ച മല്ലിയിലയും കൂടി ചേർത്തിട്ട് മിക്സാക്കിയിട്ട് നമ്മൾ ചൂടോട് കൂടി നമ്മൾ ചോറിൻ്റെ കൂടെയോ ഇടിയപ്പത്തിൻ്റെ കൂടെയോ ഏതിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയോ കൂടെ ചേർത്ത് കഴിക്കാം. ഇപ്പോൾ കുട്ടികൾക്ക് ആണെങ്കിലും ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ട് കഴിക്കും. എന്താണെന്ന് വെച്ചാൽ കുഞ്ഞു കുഞ്ഞു മുട്ടകളാണ്, അവർക്ക് എളുപ്പത്തിൽ എടുത്ത് കഴിക്കാനും എളുപ്പമായിരിക്കും. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണേ, നോക്കിയിട്ട് അഭിപ്രായം പറയണേ. താങ്ക് യു, ബൈ. ചൂട് പപ്പടം നല്ല ഉണ്ടാക്കി. ചൂട് ആ മുട്ട, ഇതൊരു ചെറിയ മുട്ട നമുക്ക് കഴിക്കാം. സബ്സ്ക്രൈബ്. അപ്പം ഇത് കഴിക്കണമെങ്കിൽ വീട്ടിൽ സൂപ്പർ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. മുട്ട കറിയാണേ. ചെറിയ മുട്ട കഴിക്കാൻ പറ്റും. നിറയെ ചെറിയ മുട്ട കഴിച്ചാൽ എനിക്ക് ഇങ്ങനെയാവും. അത് വിഴുങ്ങാൻ പറ്റൂല, അതിന് ഛർദ്ദിക്കുന്നേ. അതല്ല, ഒന്ന് കഴിച്ചാൽ മതി. 1 മുട്ട എടുത്തിട്ട് ആത്ത് ചോറിൽ വെച്ചിട്ട് ഇങ്ങനെ ചോറ് അതിൽ ഇടണം. പിന്നെ എൻജോയ് ചെയ്തോ. സൂപ്പർ മുട്ടക്കറി. എൻജോയ് ചെയ്തോ. ബൈ.